കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഹാർമോണിക് സീരീസ് ഡൈവർജൻ്റ് ആണ് എന്നുള്ളൊരു പ്രൂഫ് ചെയ്യാമെന്ന്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. സിഗ്മ 1/n, അതായത് സിഗ്മ n വാരീസ് ഫ്രം 1 to infinity 1/n എന്നുള്ളത് ഡൈവർജൻ്റ് ആണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. സീരീസാണ്, ഒരു സീരീസ് 1/n ഡൈവർജൻ്റ് ആണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/n എന്ന് പറയുമ്പോൾ എങ്ങനെയൊക്കെയാണ് ടേംസ് വരിക? 1 to infinity ആകുമ്പോൾ 1 + 1/2 + 1/3 + 1/4 + എക്സെട്ര. അപ്പോൾ ഇതിന് എങ്ങനെയാണ് ഒരു സീരീസ് കൺവെർജൻ്റ് ആണോ എന്ന് നോക്കുക? അതിൻ്റെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സമ്മ് കൺവെർജൻ്റ് ആണോ എന്ന് നോക്കണം അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പാർഷ്യൽ സം എന്താ വരിക? S1 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു ടേം മാത്രം എടുത്തു കഴിഞ്ഞാൽ 1 ആണ്. S2 എടുത്തു കഴിഞ്ഞാൽ എന്താ വരിക? 1 + 1/2. S3 അല്ല, നമ്മളിനി S4 കൺസിഡർ ചെയ്യണം. നമുക്ക് ഒരു രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ എഴുതുന്നത്. S4 എടുക്കുകയാണെങ്കിൽ എന്താ വരിക? 1 + 1/2 + 1/3 + 1/4. എന്തായാലും 1/2-നേക്കാളും ചെറിയ വാല്യൂ ആണ് 1/4 എന്ന് പറയുന്നത് അല്ലേ. അതുപോലെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 1/2 1 + 1/2 ആദ്യത്തെ രണ്ട് ടേം നമ്മൾ അതുപോലെ തന്നെ എഴുതുക. ഈ 1/3-ഉം 1/4-നും പകരം 1/4-കൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്തായിരിക്കും വരിക? യെസ്, ഈ ഭാഗം ഗ്രേറ്റർ ആവും. കാരണം എന്താ വെച്ചാൽ 1/3-നേക്കാളും ചെറിയ നമ്പറാണ്, അല്ല സോറി 1/3-നേക്കാളും ചെറിയ നമ്പറാണ് 1/4 എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഡിനോമിനേറ്റർ ഇൻക്രീസ് ചെയ്യും തോറും നമ്പർ ചെറുതാവുകയാണ് ചെയ്യുക. അപ്പോൾ 1 + 1/2 + 1/3 + 1/4-നേക്കാളും ചെറിയ നമ്പറാണ് എന്ത് വരിക? 1 + 1/2 ബാക്കിയുള്ള രണ്ടിന് പകരവും ഞാൻ 1/4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ ആ അവസാനത്തെ രണ്ട് നമ്പർ മാറ്റി 1/4 ആക്കുമ്പോൾ S4 എന്തെഴുതാം? ഗ്രേറ്റർ ദാൻ 1 + 1/2 ഈ 1/4-ഉം 1/4-ഉം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2/4 എന്നാണ് കിട്ടുക. ദറ്റ് ഈസ് 2/4 എന്ന് പറഞ്ഞാൽ അഗെയിൻ 1/2 തന്നെയാണ്. ദറ്റ് ഈസ് 1 + 1/2 + 1/2 ദറ്റ് ഈസ് ഈക്വൽ ടു 1 + 2/2 എന്ന് എഴുതാം. അതായത് S4 ഈസ് ഗ്രേറ്റർ ദാൻ 1 + 2/2. അതുപോലെ S8 എഴുതി നോക്കുകയാണെങ്കിൽ നമുക്ക് 1 തൊട്ട് 1/2 + 1/3 + എക്സെട്ര 1/8 വരെയാണ്. അതിൽ നമ്മൾ 1/3-നെയും 1/4-നെയും 1/4 വെച്ച് റീപ്ലേസ് ചെയ്യാം. അതുപോലെ 1/5 1/6 1/7 1/8-നെ എല്ലാം 1/8 വെച്ച് റീപ്ലേസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് വീണ്ടും ചെറുതാവുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്ത് വരും? 1/4 + 1/4 ആഡ് ചെയ്യുമ്പോൾ എഗെയിൻ 1/2 ആണ്. 1/8 + 1/8 എന്നുള്ളത് 4 പ്രാവശ്യം ആഡ് ചെയ്യുമ്പോൾ 4/8, അതായത് 1/2 തന്നെയാണ് വരിക. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? S8 ഈസ് ഗ്രേറ്റർ ദാൻ 1 + 1/2 + 1/2 + 1/2 എന്ന് എഴുതാൻ പറ്റും. ദറ്റ് ഈസ് 1 + 3/2. ഇങ്ങനെ നമുക്ക് എഴുതി നോക്കുകയാണെങ്കിൽ അതായത് 2n ടേംസുകൾ, അതായത് ഈ 4 8 16 32 ഇങ്ങനെയുള്ള നമ്പേഴ്സൊക്കെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും. S1 = 1 എന്നും S2 എന്നുള്ളത് 1 + ½ എന്നാണ് കിട്ടിയത്. S3-ന് നമുക്ക് 1 + 2/2 ഗ്രേറ്റർ ദാൻ 1 + 2/2 എന്ന് എഴുതാം. S4-നെ നമുക്ക് 1 + 3/2-നേക്കാളും ഗ്രേറ്റർ ആണെന്ന് എഴുതാം. S16-നെ നമുക്ക് എന്തെഴുതാം? 1 + 4 S3 അല്ല കേട്ടോ, ഇവിടെ ഒരു തെറ്റി എഴുതിയിട്ടുണ്ട്, ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് S4 ആണ് കേട്ടോ. S4-ഉം ഇത് S8-ഉം ആണ്. അപ്പോൾ S16-നെ നമുക്ക് എങ്ങനെ എഴുതാം? ഗ്രേറ്റർ ദാൻ 1 + 4/2 എന്ന് എഴുതാം. S32-നെ നമുക്ക് എങ്ങനെ എഴുതാം? ഗ്രേറ്റർ ദാൻ 1 + 5/2 ഇങ്ങനെ എഴുതാം. അപ്പോൾ S2n-നെ നമുക്ക് എങ്ങനെ എഴുതാം? ഗ്രേറ്റർ ദാൻ 1 + n/2 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ നമുക്കത് nth പാർഷ്യൽ സം S2n ആണ് എഴുതുക. അതായത് nth ടേം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള nth ടേം എടുക്കുക അല്ലേ. അത് 2n ടേമിനെയാണ് ഞാൻ nth ടേം ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ nth പാർഷ്യൽ സം എന്ന് പറഞ്ഞാൽ S2n-നെ ഞാൻ nth പാർഷ്യൽ സം ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ S2n എന്താ എഴുതാം? ദറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 1 + n/2 എന്നാണ് വരിക. അതായത് അതിൻ്റെ ലിമിറ്റ് എന്താ വരിക? n ടെൻസ് ടു ഇൻഫിനിറ്റി 1 + n/2 എന്നുള്ളത് എവിടേക്കാണ് പോവുക? n ന്യൂമറേറ്ററിലേക്ക് കിടക്കണം, n ഇൻഫിനിറ്റിയിലേക്കാണ് പോവുക. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? സീക്വൻസ് ഓഫ് പാർഷ്യൽ സം എന്ത് ചെയ്യുന്നുണ്ട്? ഡൈവേർജ് ചെയ്യാണ് ചെയ്യുന്നത്. സീക്വൻസ് ഓഫ് പാർഷ്യൽ സം ഡൈവേർജ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? തന്നിട്ടുള്ള സീരീസും ഡൈവേർജ് ചെയ്യണമെന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനിയും ഡിസ്കസ് ദ കൺവെർജൻസ് ഓഫ് ദ സീരീസ് 1 + 2 + 3 + എക്സെട്ര. ഇത് ഓൾറെഡി നമ്മൾ ചെയ്തത് തന്നെയാണ്. നമ്മളൊരു റിസൾട്ട് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഡൈവർജൻസ് പറയാൻ പോവാണ്. അതായത് നമ്മൾ റിസൾട്ട് പറഞ്ഞു, ഒരു സീരീസ് കൺവെർജൻ്റ് ആണെങ്കിൽ അതിൻ്റെ nth ടേം 0-ലേക്ക് പോകും. തിരിച്ചൊരു റിസൾട്ട് പറഞ്ഞു, nth ടേം 0-ലേക്ക് പോകുന്നില്ലെങ്കിൽ അത് ഡൈവർജൻ്റ് ആയിരിക്കും. ഇതിൻ്റെ nth ടേം എന്താണ് വരിക? n ആണ് വരിക. അതിൻ്റെ ലിമിറ്റ് എന്താ വരിക? ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി, എൻ്റെ ലിമിറ്റ് ഇൻഫിനിറ്റി ആണ് വരിക. അതൊരിക്കലും എന്തല്ല? 0 അല്ല. അപ്പോൾ nth ടേം എന്ന് പറയുന്നത് ഒരിക്കലും എവിടേക്ക് പോകുന്നില്ല? 0-ലേക്ക് പോകുന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഗിവൺ സീരീസ് ഡൈവർജൻ്റ് ആണെന്ന് പറയാം. അടുത്തൊരു റിസൾട്ടാണ്, എ സീക്വൻസ് Z1 Z2 etc. Zn etc. is said to be bounded if there is a positive number m such that mod Zn less than or equal to capital M.
അതായത് ഏത് n എടുത്താലും സെഡിൻ്റെ മോഡുലസ് വാല്യൂ ഒരു പർട്ടിക്കുലർ വാല്യൂവിനേക്കാളും താഴെയായിരിക്കും. അതിനൊരു ബൗണ്ട് ഉണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ആ സീക്വൻസ് ബൗണ്ടഡ് ആണ്. അതായത് ആ സീക്വൻസിലെ ഏത് ടേം എടുത്താലും അതിൻ്റെ മോഡുലസ് വാല്യൂ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ എം. എം എന്ന് പറഞ്ഞൊരു ഒരു പർട്ടിക്കുലർ വാല്യൂ ആണ്. ഒരു പോസിറ്റീവ് നമ്പറിനേക്കാളും ചെറുതാണെങ്കിൽ ആ സീക്വൻസ് എന്താണെന്ന് പറയാം, ബൗണ്ടഡ് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അതായത് ജോമെട്രിക്കലി പറയുകയാണെങ്കിൽ നമുക്ക് ഓൾ ടേംസ് ഓഫ് ദ സീക്വൻസ് ലൈ ഇൻ എ ഡിസ്ക് ഓഫ് റേഡിയസ് എം എബൌട്ട് ഒറിജിൻ. അതായത് നമ്മൾ ഒരു ഡിസ്കിൻ്റെ ഇതെന്താണ്, മോഡ് സെഡ് മൈനസ് എ ലെസ് ദാൻ ആർ എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്ക്കാണ്. സെൻറ്റർ എയും റേഡിയസ് ആറും ആയിട്ടുള്ള ഡിസ്ക്കാണ്. മോഡ് സെഡ് മൈനസ് എ ലെസ് ദാൻ ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ് ആറും സെൻറ്റർ എയും ആയിട്ടുള്ള ഡിസ്ക്കാണ്. ഇപ്പം നമുക്ക് കിട്ടിയത് എന്താ, മോഡ് സെഡ് എൻ ലെസ് ദാൻ എം എന്നാണ്. അതായത് റേഡിയസ് എമ്മും സെൻറ്റർ 0 ആയിട്ടുള്ള ഒരു ഡിസ്കിൻ്റെ ഉള്ളിലാണ് എല്ലാ സെഡൻസും കിടക്കുക എന്നാണ് പറയുന്നത്. ഓക്കെ, ഓൾ ദ ടേംസ് ഓഫ് ദ സീക്വൻസ് ലൈ ഇൻ ദ ഡിസ്ക് ഓഫ് റേഡിയസ് എം എബൌട്ട് ദി ഒറിജിൻ. അങ്ങനെ ഒരു ഡിസ്കിൻ്റെ ഉള്ളിൽ നമുക്ക് എല്ലാ ടേംസിനെയും എഴുതാൻ പറ്റുകയാണെങ്കിൽ ആ സീക്വൻസ് ബൗണ്ടഡ് ആണെന്ന് പറയും. ഇനി ഒരു റിസൾട്ട് പഠിക്കുകയാണ്. ദ ടേംസ് ഓഫ് ദി കൺവെർജൻറ്റ് സീരീസ് ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് ആർ ബൗണ്ടഡ്. അതായത് ഒരു കൺവെർജൻറ്റ് സീരീസിലെ ടേംസ് എല്ലാം തന്നെ, ഒരു സീരീസ് കൺവെർജൻ്റ് ആണെങ്കിൽ the terms of the convergent series of complex numbers are bounded. അതിലത്തെ എല്ലാ ടേംസും എന്തായിരിക്കും, ബൗണ്ടഡ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്തെടുക്കാം, സീരീസ് കൺവെർജൻ്റ് ആണെന്ന് എടുക്കാം. നമുക്കിനി ബൗണ്ടഡ് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. സീരീസ് കൺവെർജൻ്റ് ആണെന്ന് എടുക്കാം. ഇഫ് ദ സീരീസ് സിഗ്മ സെഡൻ Z1 + Z2 + എക്സെട്ര Zn + എക്സെട്ര ഈസ് കൺവെർജൻറ്റ്. അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് റിസൾട്ട് പഠിച്ചു, ഒരു സീരീസ് കൺവെർജൻ്റ് ആണെങ്കിൽ അതിൻ്റെ nth ടേമിൻ്റെ ലിമിറ്റ് 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്തെഴുതാം, ലിമിറ്റ് n → ∞ Zn = 0 എന്ന് എഴുതാം. അപ്പോൾ ലിമിറ്റിൻ്റെ ഡെഫിനേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് എഴുതാൻ പറ്റും, കൺവെർജൻ്റ് ആണെങ്കിൽ nth ടേം 0 ആണ്. nth ടേം 0 ആണെന്നാൽ ലിമിറ്റിൻ്റെ ഡെഫിനേഷൻ ഉപയോഗിച്ചിട്ട് എന്ത് എഴുതാം, ഫോർ ഈച്ച് പോസിറ്റീവ് നമ്പർ എപ്സിലോൺ ദർ എക്സിസ്റ്റ് എ പോസിറ്റീവ് നമ്പർ n നോട്ട് സച്ച് ദാറ്റ് മോഡ് Zn മൈനസ് ലിമിറ്റ് 0 ആയതുകൊണ്ട് മോഡ് Zn - 0 ലെസ് ദാൻ എപ്സിലോൺ വെൻ എവർ n ഗ്രേറ്റർ ദാൻ n നോട്ട്. അത് ലിമിറ്റിൻ്റെ ഡെഫിനേഷനാണ്. ഓക്കെ, അത് വെച്ചിട്ട് അങ്ങനെ എഴുതി. ഇനി എപ്സിലോണിന് നമ്മളൊരു വാല്യൂ ചൂസ് ചെയ്യുകയാണ്. ഓക്കെ, സേ 1, ഏത് വാല്യൂ വേണമെങ്കിലും ചൂസ് ചെയ്യാം കേട്ടോ, 1 or 2 എന്ത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഒരു നമ്പർ ചൂസ് ചെയ്യണമെന്നേ ഉള്ളൂ. ഒരു 1 എന്നുള്ള വാല്യൂ ചൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തെഴുതാം, മോഡ് Zn - 0 എന്നുള്ളത് മോഡ് Zn എന്ന് എഴുതാം. മോഡ് Zn ലെസ് ദാൻ 1 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. എങ്ങനെയാണെങ്കിൽ n ഗ്രേറ്റർ ദാൻ n നോട്ട്. ഇപ്പോൾ ഒരു n നോട്ടിനൊരു പോസിറ്റീവ് നമ്പർ നമ്മൾ ചൂസ് ചെയ്യുകയാണ്, ക്യാപിറ്റൽ N എന്നുള്ളൊരു നമ്പർ ചൂസ് ചെയ്യുകയാണെങ്കിൽ മോഡ് Zn ലെസ് ദാൻ എപ്സിലോൺ, അതായത് ഒരു എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു n നോട്ട് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എപ്സിലോൺ 1ന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളൊരു ക്യാപിറ്റൽ N ഉണ്ടെന്നാണ് ചൂസ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ മോഡ് Zn ലെസ് ദാൻ 1 വെൻ എവർ n ഗ്രേറ്റർ ദാൻ n. അതായത് ഒരു പർട്ടിക്കുലർ n-ന് ശേഷമൊക്കെ മോഡ് Zn-ൻ്റെ വാല്യൂ ലെസ് ദാൻ 1 ആണെന്നാണ് പറഞ്ഞത്. ഇനി നമ്മൾ എടുക്കുന്നത് m എന്ന് പറഞ്ഞാൽ മാക്സിമം ഓഫ് മോഡ് Z1, മോഡ് Z2 എക്സെട്ര മോഡ് Zn, 2. ഇതിൻ്റെയൊക്കെ മാക്സിമം വാല്യൂ ആണ് ക്യാപിറ്റൽ M എങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഏത് വാല്യൂ വേണമെങ്കിലും എടുക്കും. ഇപ്പോൾ 2 എടുക്കുന്നതിന് പകരം ഇപ്പോൾ 3 എന്ത് വാല്യൂ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഓക്കെ, 1നേക്കാളും നമ്മൾ എപ്സിലോൺ 1 എന്ന് ചൂസ് ചെയ്തതുകൊണ്ട് അതിനേക്കാൾ വലിയൊരു വാല്യൂ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ എടുക്കുകയാണെങ്കിൽ മോഡ് Zn എന്നുള്ളത് എന്ത് പറയാൻ പറ്റും, മോഡ് Zn എന്തായാലും 1നേക്കാൾ ചെറുതാണ്. മോഡ് Zn ലെസ് ദാൻ 1 എന്നാണ് പറയുന്നത്. 1നേക്കാൾ ചെറുതാണ്. 1നേക്കാൾ ചെറുതായി കഴിഞ്ഞാൽ പിന്നെ എന്തായാലും അത് 2വിനേക്കാൾ ചെറുതാണ് അല്ലേ. അപ്പോൾ ക്യാപിറ്റൽ M എന്ന് പറഞ്ഞാൽ അതിലെന്താണ്, മാക്സിമം Z1, Z2 എക്സെട്ര Zn-ഉം 2 ഒക്കെയാണുള്ളത്. ഓക്കെ, അതിൻ്റെ മാക്സിമം വാല്യൂ ആണ് ക്യാപിറ്റൽ M എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഏതാണോ ഏറ്റവും വലിയ വാല്യൂ ആ വാല്യൂ എന്നാണ് പറയുന്നത്. ആ വാല്യൂവിനേക്കാളും ചെറുതായിരിക്കും എപ്പോഴും മോഡ് Zn എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, മോഡ് Zn ലെസ് ദാൻ M എന്നാണ്. അതിൻ്റെ അർത്ഥം അത് ബൗണ്ടഡ് ആണ്. ഓക്കെ, ഇനി അടുത്തതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റിസൾട്ട് തന്നെയാണ്, അബ്സല്യൂട്ട്ലി കൺവെർജൻറ്റ് സീരീസ്. ഒരു സീരീസ് എപ്പോഴാണ് അബ്സല്യൂട്ട്ലി കൺവെർജൻ്റ് എന്ന് പറയാം, എ സീരീസ് സിഗ്മ Zn ദറ്റ് ഈസ് Z1 + Z2 + എക്സെട്ര Zn + എക്സെട്ര ഈസ് സെറ്റ് ടു ബി അബ്സല്യൂട്ട്ലി കൺവെർജൻറ്റ് if the corresponding series sigma modulus of Zn of real numbers mod Zn convergent. അതായത് ഒരു സീരീസ് കൺവെർജൻ്റ് ആണെങ്കിൽ അതിൻ്റെ മോഡുലസ് വാല്യൂസ് കൺവെർജൻ്റ് ആവുകയാണെങ്കിൽ അതിനെയാണ് അബ്സല്യൂട്ട്ലി കൺവെർജൻ്റ് ആണെന്ന് പറയും. ഓക്കെ, അപ്പോൾ എന്താണ് പറയുക, ഒരു സീരീസ് ഉണ്ട്, അതിനെ ആ സീരീസ് അബ്സല്യൂട്ട്ലി കൺവെർജൻ്റ് ആണെന്ന് പറയണമെങ്കിൽ അതിൻ്റെ മോഡുലസ് എടുത്തിട്ടുള്ള സീരീസ് കൺസിഡർ ചെയ്യാം. അതായത് സിഗ്മ മോഡ് Zn എന്ന് പറഞ്ഞാൽ എന്താ വരിക, അതിലത്തെ ടേംസ് എങ്ങനെയാണ് വരിക, മോഡ് Z1 + മോഡ് Z2 + എക്സെട്ര മോഡ് Zn അങ്ങനെയാണ് വരിക. ഓക്കെ, അപ്പോൾ അതിൽ
പ്ലസ് എക്സെട്ര അങ്ങനെ എടുക്കുകയാണെങ്കിൽ അതിൽ മോഡ് സെഡൻസ് കൺവെർജ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക, അബ്സല്യൂട്ട്ലി കൺവെർജൻ്റ് എന്ന് പറയാം. നമുക്കൊരു തിയറം നോക്കാം. അബ്സല്യൂട്ട്ലി കൺവെർജൻറ്റ് സീരീസ് ഈസ് കൺവെർജൻറ്റ്. അതായത് അബ്സല്യൂട്ട് കൺവെർജൻസ് ഓഫ് എ സീരീസ് ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് ഇംപ്ലൈസ് ദ കൺവെർജൻസ് ഓഫ് ദി സീരീസ്. ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. അബ്സല്യൂട്ട്ലി കൺവെർജൻ്റ് ആണെങ്കിൽ ആ സീരീസ് കൺവെർജൻ്റ് ആയിരിക്കും. അതിൻ്റെ അർത്ഥം എന്താ, സിഗ്മ മോഡ് സെഡ് എൻ കൺവെർജൻ്റ് ആണെങ്കിൽ സിഗ്മ സെഡ് എന്നും കൺവെർജൻ്റ് ആയിരിക്കും. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. സിഗ്മ മോഡ് സെഡ് എൻ കൺവെർജൻ്റ് ആണ്, അതാണ് അബ്സല്യൂട്ട്ലി കൺവെർജൻസ് പറയുന്നത്. സിഗ്മ മോഡ് സെഡ് എൻ കൺവെർജൻ്റ് ആണെങ്കിൽ സിഗ്മ സെഡ് എന്നും കൺവെർജൻ്റ് ആയിരിക്കും. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് അസ്യൂം ചെയ്യാം, സെഡ് എൻ ഈക്വൽ ടു എക്സ് എൻ പ്ലസ് പൈ വൈ എൻ എന്ന് എടുക്കാം. എന്നിട്ട് എന്ത് വിചാരിക്കാം, ദ സീരീസ് സിഗ്മ സെഡ് എൻ അബ്സല്യൂട്ട്ലി കൺവെർജൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ, ദറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ മോഡ് സെഡ് എൻ ഈക്വൽ ടു മോഡ് സെഡ് എന്നെ നമുക്ക് എങ്ങനെ എഴുതാം, സിഗ്മ മോഡ് സെഡ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്, സ്ക്വയർ റൂട്ട് ഓഫ് മോഡ് സെഡിൻ്റെ വാല്യൂ എന്താ, സെഡ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ ആണെങ്കിൽ മോഡ് സെഡ് എന്താ വരിക, സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അപ്പോൾ ഇവിടെ മോഡ് സെഡ് എൻ എന്താ വരിക, സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് എൻ സ്ക്വയർ പ്ലസ് വൈ എൻ സ്ക്വയർ എന്നാണ് വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്, അബ്സല്യൂട്ട്ലി കൺവെർജൻ്റ് ആണെങ്കിൽ സിഗ്മ മോഡ് സെഡ് എൻ ഈക്വൽ ടു സിഗ്മ മോഡ് എക്സ് എൻ സ്ക്വയർ പ്ലസ് വൈ എൻ സ്ക്വയർ ഓഫ് റിയൽ നമ്പേഴ്സ് കൺവെർജസ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഇനി നമുക്ക് പറയാം എന്തായാലും റിയൽ പാർട്ട് ഓഫ് സെഡ് എന്ന് പറഞ്ഞത് സെഡിനേക്കാൾ മോഡ് സെഡിനേക്കാൾ ചെറുതായിരിക്കും. റിയൽ പാർട്ട് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ മോഡ് സെഡിനേക്കാൾ ചെറുതായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് എഴുതാം, റിയൽ പാർട്ട് ഓഫ് സെഡ് എൻ എന്താ വരിക, മോഡ് എക്സ് എൻ ആണ്. മോഡ് എക്സ് എൻ എന്നുള്ളത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് സെഡ് എന്ന് പറഞ്ഞാൽ എന്താ, സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് എൻ സ്ക്വയർ പ്ലസ് വൈ എൻ സ്ക്വയർ എന്ന് എഴുതാം. അതുപോലെ മോഡ് വൈ എൻ എന്ന് പറയുന്നത് ഇമാജിനറി പാർട്ട്, മോഡ് വൈ എൻ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് എൻ സ്ക്വയർ പ്ലസ് വൈ എൻ സ്ക്വയർ എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഇനി അപ്പോൾ നമ്മൾ കമ്പാരിസൺ ടെസ്റ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ റൈറ്റ് സൈഡിൽ ഇപ്പോൾ എ ലെസ് ദാൻ സീരീസിൽ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആണെങ്കിൽ റൈറ്റ് സൈഡ് ബിഗർ സീരീസ് കൺവെർജൻ്റ് ആണെങ്കിൽ സ്മോളർ സീരീസും കൺവെർജൻ്റ് ആണ് എന്നുള്ളതാണ് നമ്മൾ കമ്പാരിസൺ ടെസ്റ്റിൽ പഠിക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇവിടെ സീരീസ് എടുക്കുകയാണെങ്കിൽ രണ്ട് സീരീസ് എടുക്കുകയാണെങ്കിൽ സിഗ്മ മോഡ് എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിഗ്മ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് എൻ സ്ക്വയർ പ്ലസ് വൈ എൻ സ്ക്വയർ എന്നാണ് കിട്ടുക. അപ്പോൾ റൈറ്റ് സൈഡിൽ സീരീസ് കൺവെർജൻ്റ് ആണ്. കാരണം എന്താ, അബ്സല്യൂട്ട്ലി കൺവെർജൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അബ്സല്യൂട്ട്ലി കൺവെർജൻ്റ് ആണെങ്കിൽ ഇതിൻ്റെ കറസ്പോണ്ടിങ് സീരീസ് എന്തായിരിക്കും, കൺവെർജൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ കാരണം ഇത് മോഡുലെസ് വാല്യൂ ആണല്ലോ, മോഡ് സെഡ് എന്നിൻ്റെ വാല്യൂ ആണ്, അത് കൺവെർജൻ്റ് ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സിഗ്മ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ സിഗ്മ എടുത്തു കഴിഞ്ഞാൽ ഈ സീരീസ് കൺവെർജൻ്റ് ആയതുകൊണ്ട് ഈ സീരീസും കൺവെർജൻ്റ്, കാരണം ഇതാണ് ബിഗ്ഗർ സീരീസ്. അവിടെയും ഇവിടെയും അതുപോലെ പറയാം, ഇത് ബിഗ്ഗർ സീരീസ് കൺവെർജൻ്റ് ആണെങ്കിൽ ഇവിടെയും നമുക്ക് സിഗ്മ വൈ എൻ എന്നുള്ളത് കൺവെർജൻ്റ് ആണെന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ അതാണ് അടുത്ത സ്റ്റെപ്പിൽ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് സിഗ്മ എഴുതണം കേട്ടോ, വെറുതെ മോഡ് എക്സ് എന്ന് എഴുതരുത്, സീരീസ് എഴുതുമ്പോൾ എപ്പോഴും സിഗ്മ എഴുതണം. അപ്പോൾ നമുക്കിവിടെ സിഗ്മ മോഡ് എക്സ് എന്നും കൺവെർജൻ്റ് ആണ്, സിഗ്മ മോഡ് വൈ എന്നും കൺവെർജൻ്റ് ആണ് എന്ന് കിട്ടി. ഓക്കെ, അവിടെ എക്സ് എന്നല്ല കേട്ടോ, ഇവിടെ വൈ എന്നാണ്. സിഗ്മ മോഡ് എക്സ് എന്നും കൺവെർജൻ്റ് ആണ്, സിഗ്മ മോഡ് വൈ എന്നും കൺവെർജൻ്റ്. അപ്പോൾ എവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്, നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് മോഡ് സെഡ് എൻ എന്നുള്ളത് കൺവെർജൻ്റ് ആണ്, സിഗ്മ മോഡ് സെഡ് എൻ കൺവെർജൻ്റ് ആണെന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ നമ്മൾ എന്താ കിട്ടിയത്, സിഗ്മ മോഡ് എക്സ് എന്നും കൺവെർജൻ്റ് ആണ്, സിഗ്മ മോഡ് വൈ എന്നും കൺവെർജൻ്റ് ആണ്. ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയത്. ഇനി നമ്മൾ ഇത് റിയൽ സീരീസ് ആണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, റിയൽ സീരീസിൽ അബ്സല്യൂട്ട്ലി കൺവെർജൻറ്റ് സീരീസ് എപ്പോഴും എന്തായിരിക്കും, കൺവെർജൻ്റ് ആയിരിക്കും. അപ്പോൾ സിഗ്മ മോഡ് എക്സ് എൻ എന്നുള്ളത് കൺവെർജൻ്റ് ആണെങ്കിൽ സിഗ്മ എക്സ് എൻ എന്നുള്ളത് എന്തായിരിക്കും, കൺവെർജൻ്റ് ആയിരിക്കും. അതുപോലെ ഇതും ഒരു റിയൽ സീരീസാണ്. റിയൽ സീരീസിൽ സിഗ്മ മോഡ് വൈ എൻ കൺവെർജൻ്റ് ആണെങ്കിൽ സിഗ്മ വൈ എനും കൺവെർജൻ്റ് ആയിരിക്കും. ഓക്കെ, അതായത് അബ്സല്യൂട്ട്ലി കൺവെർജൻ്റ് ആണെങ്കിൽ കൺവെർജൻ്റ് ആണ് എന്നുള്ള റിസൾട്ട് റിയൽ സീരീസിന് ട്രൂ ആണ്. അപ്പോൾ സിഗ്മ മോഡ് എക്സ് എൻ കൺവെർജൻ്റ് ആണെങ്കിൽ സിഗ്മ എക്സ് എൻ കൺവെർജൻ്റ് ആണ്, സിഗ്മ മോഡ് വൈ എൻ കൺവെർജൻ്റ് ആണെങ്കിൽ സിഗ്മ വൈ എനും കൺവെർജൻ്റ് ആണ്. ഇതിന് തൊട്ട് മുമ്പ് നമ്മളൊരു തിയറം പഠിച്ചിട്ടുണ്ടായിരുന്നു, സിഗ്മ എക്സ് എനും സിഗ്മ വൈ എനും കൺവെർജൻ്റ് ആണെങ്കിൽ സിഗ്മ സെഡ് എൻ എന്നുള്ളത് കൺവെർജൻ്റ് ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിഗ്മ എക്സ് എനും സിഗ്മ വൈ എനും കൺവെർജൻ്റ് ആയതുകൊണ്ട് സിഗ്മ സെഡ് എനും കൺവെർജൻ്റ് ആയി. അപ്പോൾ എവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്, നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ നിന്നാണ്, സിഗ്മ മോഡ് സെഡ് എൻ കൺവെർജൻ്റ് ആണെന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അതായത് അബ്സല്യൂട്ട്ലി കൺവെർജൻ്റ് ആണെങ്കിൽ ഇപ്പോൾ കിട്ടിയത് എന്താ, സിഗ്മ സെഡ് എൻ കൺവെർജൻ്റ് ആണ്. അപ്പോൾ അബ്സല്യൂട്ട്ലി കൺവെർജൻസ് ഇംപ്ലൈസ് കൺവെർജൻസ്. അടുത്ത തിയറം, എ സീരീസ് ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ്, ക്ലാരിറ്റി കുറവുണ്ട് അല്ലേ, ഓക്കെ, എ സീരീസ് ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് കൺവെർജ് ടു എ നമ്പർ എസ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദ സീക്വൻസ് ഓഫ് റിമൈൻഡേഴ്സ് ടെൻസ് ടു 0. അപ്പോൾ എന്താണ് നമ്മൾ സീക്വൻസ് ഓഫ് പാർഷ്യൽ സം, എന്താ റിമൈൻഡർ എന്നൊക്കെ പഠിച്ചു കഴിഞ്ഞു. അതായത്
ഒരു സീരീസ് എഴുതുമ്പോൾ ആ സീരീസിലെ ആദ്യത്തെ n ടേംസിൻ്റെ സമ്മിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആദ്യത്തെ n ടേംസിൻ്റെ സമ്മിനെയാണ് Sn എന്ന് വിളിക്കുന്നത്. പിന്നെ അങ്ങോട്ടുള്ള എല്ലാ ടേംസിൻ്റെ സമ്മിനെയും നമ്മൾ റോ n എന്നാണ് വിളിക്കുക. ഓക്കെ, n+1 ടേംസ് മുതൽ അങ്ങോട്ടുള്ള സമ്മിനെ നമ്മൾ റോ n എന്നാണ് വിളിക്കുന്നത്. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് സീരീസിൻ്റെ സമ്മായിട്ടുള്ള എസ് കിട്ടുന്നത്. S=Sn+ρn ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് സീരീസ് ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് കൺവെർജസ്. സീരീസ് കൺവെർജൻ്റ് ആണ്. കൺവെർജൻ്റ് ആണെങ്കിൽ അതിനൊരു എസ് ഉണ്ടായിരിക്കും, ഒരു സം ഉണ്ടായിരിക്കും, അത് എസ് ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് അങ്ങനെ ഒരു സം ഉണ്ടെങ്കിൽ ദ സീക്വൻസ് ഓഫ് റിമൈൻഡേഴ്സ് ടെൻസ് ടു 0. ഈ റിമൈൻഡേഴ്സ് എന്നുള്ളത് 0യിലേക്ക് പോകണം. കാരണം നമ്മൾ പഠിച്ചു ഇതിൻ്റെ സമ്മ് തന്നെയാണ് ഇതിൻ്റെയും സമ്മെന്ന് പഠിച്ചു. സീക്വൻസ് ഓഫ് പാർഷ്യൽ സമ്മിൻ്റെ സമ്മ് തന്നെയാണ് സീരീസിൻ്റെ സമ്മ്. അപ്പോൾ ഇതെന്തായാലും എന്തിലേക്ക് പോകണം? 0യിലേക്ക് പോകണം. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? നമ്മൾ പഠിച്ച റിസൾട്ടുകൾ ഓരോന്നായിട്ട് എഴുതാം. അതായത് എസ് എന്ന് പറയുന്നത് Sn-ഉം റോ n-ഉം കൂടി ആഡ് ചെയ്തതാണ്. അപ്പോൾ അതിൽ നിന്ന് റോ n എന്താ വരിക? റോ n എന്ന് പറഞ്ഞാൽ എസ്സിൽ നിന്ന് റോ n ഈക്വൽ ടു എസ്സിൽ നിന്ന് Sn എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നതാണ്? സബ്ട്രാക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടാം? മോഡ് Sn മൈനസ് എസ് എന്താണെന്ന് നോക്കുകയാണ്. മോഡ് Sn മൈനസ് എസ് എന്താ വരിക? ദാറ്റ് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് റോ n എഴുതാം. കാരണം മോഡുലസ് എടുത്തതുകൊണ്ട് കുഴപ്പമില്ല. മോഡുലസ് ഓഫ് റോ n മൈനസ് 0 എന്ന് എഴുതാം. മോഡ് Sn മൈനസ് എസ് എന്ന് പറഞ്ഞാൽ എന്താ വരിക? മോഡ് റോ n മൈനസ് 0 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? മോഡുലസ് ഓഫ് Sn മൈനസ് എസ് ഈക്വൽ ടു ഇവിടെ Sn എന്നുള്ളത് എസ്സിലേക്ക് കൺവെർജ് ചെയ്യുന്നത് കൊണ്ട് വി ക്യാൻ റൈറ്റ് മോഡ് Sn മൈനസ് എസ്. എസ്സിൻ്റെ മോഡ് സീക്വൻസ് കൺവെർജൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സീക്വൻസ് ഓഫ് പാർഷ്യൽ സമ്മും എന്തായിരിക്കും? കൺവെർജൻ്റ് ആയിരിക്കും. സീരീസ് കൺവെർജൻ്റ് ആയതുകൊണ്ട് സീക്വൻസ് ഓഫ് പാർഷ്യൽ സമ്മും കൺവെർജൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്തെഴുതാം? മോഡുലസ് ഓഫ് Sn മൈനസ് എസ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് എഴുതാം. ഓക്കെ, Sn മൈനസ് എസ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ n ഗ്രേറ്റർ ദാൻ n0. ഇങ്ങനെയാണ് എഴുതുക. അതുപോലെ Sn മൈനസ് എസ്സിനെ നമുക്ക് എന്തെഴുതാം? റോ n എന്ന് എഴുതാം. ഓക്കെ, റോ n-നെ നമുക്ക് റോ n മൈനസ് 0 എന്ന് എഴുതിയാലും പ്രശ്നമില്ല. ദാറ്റ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ വെൻ എവർ n ഗ്രേറ്റർ ദാൻ n0. കാരണം ഇതും ഈക്വൽ ആണ്. ഇതിനെ ഇത് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം. റോ n മൈനസ് 0 ലെസ് ദാൻ എപ്സിലോൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? റോ n കൺവെർജസ് ടു 0. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്.